പ്രിയമുള്ളവർ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. 2009 ജനുവരി 1 ബുധനാഴ്ചയായാൽ 2022 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ഇത് കാണുവാനായിട്ട് ആദ്യം ഈ രണ്ട് ഇയറുകളുടെയും ഡിഫറൻസ് കാണുക. 2022ൻ്റെയും 2009ൻ്റെയും ഡിഫറൻസ് കണ്ടാൽ നമുക്ക് 13 എന്ന് കിട്ടും. അത് എഴുതി വെക്കാം. പിന്നെ നോക്കേണ്ടത് 2009 മുതൽ 2022 വരെ എത്ര ലീപ്പ് ഇയർ ഉണ്ട് എന്നുള്ളത്. അതായത് ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളുള്ളത്. 9-ലില്ല, 10-ലില്ല, 11-ലില്ല, 12 ഫെബ്രുവരി ലീപ്പ് ഇയറാണ്, 16 ലീപ്പ് ഇയറാണ്, 20 ലീപ്പ് ഇയറാണ്. അതായത് 1, 2, 3 നമുക്ക് 3 ലീപ്പ് ഇയർ ഉണ്ട്. അതായത് 3 വർഷത്തിൽ ഫെബ്രുവരി 29 ദിവസമുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയുവാനായിട്ട് തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ശിഷ്ടം വരുമെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. അപ്പം അങ്ങനെയുള്ള 3 ഇയറുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ 13ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 16 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 16നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 എന്ന് പറയുന്ന ദിവസങ്ങളുടെ എണ്ണമാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം 14, 2 എന്ന് പറയുന്നത് റിമൈൻഡറാണ് അല്ലേ? ഇങ്ങനെയുള്ള കണക്കുകളിലൊക്കെ നമ്മൾ റിമൈൻഡറാണ് എടുക്കുന്നത്. റിമൈൻഡർ 2 കിട്ടി, അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജനുവരി 1 ബുധനാഴ്ചയല്ലേ? ബുധനാഴ്ചയെന്ന് നമ്മൾ എഴുതി. ഇനി 2-ലെ റിമൈൻഡർ 2-ല്ലേ? 1, 2. ഇന്നൊക്കെ ചൊല്ലി നോക്കാം. ബുധൻ, വ്യാഴം, വെള്ളി. എന്താണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ എന്താണ്? വെള്ളിയാഴ്ചയാണ്. ഓക്കേ. ഹലോ പ്രിയമുള്ളവരെ, ഇന്നത്തെ 2 ചോദ്യങ്ങൾ ഇവയാണ്. 2015 ജനുവരി 1 തിങ്കളാഴ്ച ആയാൽ 2024 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് കാണേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ 2 ഇയറുകളുടെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതായത് 2024 2015 നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അത് എത്രയാണ്? അത് 9 ആണല്ലേ? 2024 മൈനസ് 2015 എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രയാണ്? 9 ആണ്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കേണ്ടത് ഈ 2015 മുതൽ 2024 വരെ എത്ര ലീപ്പ് ഇയർ ഉണ്ട് എന്ന് നോക്കണം. ലീപ്പ് ഇയർ എന്ന് പറയുന്നത് ഫെബ്രുവരി 29 വരുന്ന ദിവസം. നമുക്ക് നോക്കിയാലോ. 2015 ലീപ്പ് ഇയർ അല്ല, 2016 ലീപ്പ് ഇയർ ആണ്, 17 ലീപ്പ് ഇയർ അല്ല, 18 ലീപ്പ് ഇയർ അല്ല, 19 ലീപ്പ് ഇയർ അല്ല, 20 ലീപ്പ് ഇയർ ആണ്, 21 ലീപ്പ് ഇയർ അല്ല, 22 ലീപ്പ് ഇയർ അല്ല, 23 ലീപ്പ് ഇയർ അല്ല. അതായത് നമുക്ക് 2 ലീപ്പ് ഇയർ 16ഉം 20ഉമാണുള്ളത്. അപ്പോൾ 2 ആണ്. അത് നമുക്ക് 9ൻ്റെ കൂടെ കൂട്ടി ചേർക്കാം. ഇനി 2 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഈ വർഷത്തെ 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അങ്ങനെയുള്ള 2 നമ്പർ എന്ന് പറയുന്നത് 2016ഉം 2020ഉം മാത്രമാണ്. ശിഷ്ടം വരുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻസ് എടുത്തു, പിന്നെ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കി. അതായത് ഫെബ്രുവരി 29 എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കി. അത് 2 ആണ്. ആ 2 കൂടെ എഴുതി. ഇവ രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 11നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1 പ്രാവശ്യം 7 കുറച്ച് കഴിഞ്ഞാൽ 4. ഇങ്ങനെയുള്ള കണക്കുകളിലൊക്കെ നമ്മൾ എപ്പോഴും റിമൈൻഡർ ഇതാണ് റിമൈൻഡർ അല്ലേ? ഈ റിമൈൻഡറാണ് നമ്മൾ എടുക്കുന്നത്. 4 ആണ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ജനുവരി 1 തിങ്കളാഴ്ചയല്ലേ? നമുക്ക് എഴുതാം. ജനുവരി 1 തിങ്കളാഴ്ച. 4 ദിവസങ്ങൾ റിമൈൻഡർ 4-ല്ലേ? അതായത് 4 എഴുതാം. 1, 2, 3, 4. ഓക്കെ, അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ വെള്ളി ആണ്, ഫ്രൈഡേ ആണ്. ഓക്കേ.